തീറ്റ കണ്ടതിൻ്റെ ബഹളമാണ് ഈ ആൾക്കാരെല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ BB380 കോഴികൾ ലാഭമാണോ നഷ്ടമാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 മാസമായിട്ട് ഈ BB380 കോഴികളെ വളർത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം, ഏകദേശം എൻ്റെ ചിലവുകളും വരവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതെന്താണ്, ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. ഇതിന് പ്രധാനമായിട്ട് ഇപ്പോൾ ചിലവ് വരുന്നതിൻ്റെ ഫീഡാണ്. ഇപ്പോൾ ലെയർ മാഷിൻ്റെ സ്പെഷ്യൽ 1 എന്ന് പറഞ്ഞ ഒരു ഫീഡാണ് നമ്മളിതിന് മേടിച്ച് കൊടുക്കുന്നത്. 1700-ന് വിലയുണ്ട്. ഏകദേശം 2 ചാക്ക് തീറ്റ വേണം ഈ 30 കോഴികൾക്ക് കൂടെ നമുക്ക് ഒരു മാസത്തേക്ക്. അതിന് ഏകദേശം 3350 രൂപ പ്രൈസ് വരും. പിന്നെ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന മുട്ടയെന്ന് പറയുമ്പോൾ ഒരു 22 മുട്ടയാണ്. ഒരു മാസം ആകുമ്പോൾ 660 മുട്ട കൂട്ടിക്കോ. ഇതിലൊരു 10 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മുട്ടയ്ക്ക് 10 രൂപയ്ക്ക് മേടിക്കാൻ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന് ആവശ്യക്കാർ വളരെ അധികമാണ്. മുട്ട വിൽക്കാനൊന്നും ഒരു പാടുമില്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്നതായതുകൊണ്ട് നൈലത്തായാലും നമ്മളറിയാവുന്നവർ ചോദിച്ച് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 6600 രൂപ നമുക്ക് മുട്ട വിറ്റ് കിട്ടും. 6600 രൂപയിൽ 3400 രൂപ തീറ്റയുടെ ചിലവും കഴിഞ്ഞ് ബാക്കി 3200 രൂപ ഈ 30 കോഴികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു 30 കോഴിയുടെ കണക്കാണ്. 30 കോഴിക്ക് 22 മുട്ട വെച്ചാണ് ഞാൻ കൂട്ടി വയ്ക്കുന്നത്. അത് 25-26 വരെയൊക്കെ കിട്ടും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം 22 മുട്ട കിട്ടിയാലും നമുക്കൊരു മാസം ഈ കോഴിയിൽ നിന്ന് 3200 രൂപ മിച്ചം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര കോഴിയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൻ്റെ ഏകദേശ പ്രോഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കൂടിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ കൂടും ഇത്രയും കോഴിയെ വാങ്ങാൻ ഏകദേശം 28,000 രൂപ എനിക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്. അപ്പോൾ കൂട് ഒരു ലോങ് ടൈമാണ്. പക്ഷേ കോഴി നമുക്കൊരു 3 കൊല്ലം അല്ല 2.5 കൊല്ലം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, ലോസ് ഉണ്ടാകുമോ എന്ന് കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം വീട്ടിലെ മുട്ടയുടെ ആവശ്യം ഇതുകൊണ്ട് പോകും. ഇത് കഴിഞ്ഞാലും ഒരു 10,500-2000 രൂപ ഇതിൽ നിന്ന് നമുക്ക് മിച്ചമുണ്ട്. അപ്പോൾ 28,000 രൂപ കൂടിന് ചിലവാക്കിയാലും നമുക്ക് ഈ ഒരു ബാച്ച് കോഴിയിൽ നിന്ന് തന്നെ നമുക്ക് ക്യാപിറ്റൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ ആക്കും. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രാവിലെയും വൈകിട്ടും ഫീഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം, വൈകുന്നേരം മുട്ട കളക്ട് ചെയ്യണം. അങ്ങനെ സിമ്പിളായിട്ട് പരിപാടിയേ ഉള്ളൂ. ഫീഡിങ്ങും മുട്ട കളക്ട് ചെയ്യുന്നതും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോഴിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫീഡിങ് സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഫീഡ് കൊടുത്ത അവിടെ നിങ്ങളെല്ലാം വന്ന് ഫീഡ് എടുക്കും. അങ്ങനെ എടുക്കാതെ നിൽക്കുന്ന ഏതെങ്കിലും കോഴി ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളപ്പോൾ അതിന് മെഡിസിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോയി ഇതിൻ്റെ ഫീഡിങ്ങും ഇതിൻ്റെ മുട്ട കളക്ട് ചെയ്യുന്നതും കണ്ടിട്ടോ. അപ്പുറത്തെ സൈഡിൽ കളിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ വണക്കം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും
എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.